ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അത്ഭുതകരമായ രോഗശാന്തിയെക്കുറിച്ചാണ്. ഈശോ അത്ഭുതകരമായ രോഗശാന്തികൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ഒരു വസ്തുവിനെ മാറ്റിയിട്ടുണ്ട്. വളരെ കുറച്ചുണ്ടായിരുന്ന അപ്പം വളരെയേറെ വർദ്ധിപ്പിച്ച് നൽകിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 5 മുതലുള്ള തിരുവചനമാണ്. യെശയ്യാ പ്രവാചകനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ ഇസ്രായേലിൻ്റെ രാജാവായ ഹെസക്കിയായോട് എന്ന് പറയണം, നിന്റെ മരണം അടുത്തിരിക്കുന്നു, നിന്റെ വീട്ടുകാര്യങ്ങൾ നീ ക്രമപ്പെടുത്തുക. അവൻ ഇത് കേട്ട് പ്രാർത്ഥിക്കുന്നു, വിലപിക്കുന്നു. പ്രവാചകൻ കൊട്ടാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ദൈവം വീണ്ടും യെശയ്യാ പ്രവാചകനോട് അരുളി ചെയ്യുന്നുണ്ട്, നീ ചെന്ന് ഇസ്രായേലിൻ്റെ രാജാവായ ഹെസക്കിയായോട് നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് പറയാൻ അയച്ചിരിക്കുന്നു, ഞാൻ നിന്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. നിന്നെ ഞാൻ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും. ഇത് കേട്ട ഹെസക്കിയാ യെശയ്യാ പ്രവാചകനോട് ചോദിക്കുകയാണ്, ഞാൻ സുഖപ്പെടുമെന്നും 3-ാം ദിവസം കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകുമെന്നതിന് എന്താണ് അടയാളം? യെശയ്യാ പറയുന്നു, വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ നമ്മുടെ ദൈവമായ കർത്താവ് നൽകുന്ന അടയാളം ഇതാണ്. നിഴൽ 10 അടി മുന്നോട്ട് മാറ്റണമോ, നിഴൽ 10 അടി പുറകോട്ട് മാറ്റണമോ? ഹെസക്കിയാ പറഞ്ഞു, മുന്നോട്ട് മാറ്റുക എളുപ്പമാണ്, നിഴൽ പുറകോട്ട് മാറട്ടെ. യെശയ്യാ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ആഹാസ് രാജാവിൻ്റെ സൂര്യഘടികാരത്തിൽ നിഴൽ 10 അടി പിന്നിലേക്ക് മാറി. സമയത്തെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള ദൈവമാണ്. അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ് നമ്മൾ കണ്ടത്. ഇതുപോലെ ജോഷുവ പ്രവാചകന്റെ പുസ്തകത്തിലും ഒരു വലിയ അത്ഭുതം നടക്കുന്നുണ്ട്. സകലതിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കടലിൻ്റെ മീതെ നടക്കുന്നവൻ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നവൻ കർത്താവായ മിശിഹ നമ്മോടൊപ്പമുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, പ്രകൃതിയെ പോലും നിയന്ത്രിക്കുന്ന, വസ്തുക്കൾക്ക് രൂപാന്തരം വരുത്തുന്ന, അതായത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. വിശന്നിരുന്ന ശിഷ്യന്മാരുടെ പക്കൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നപ്പോഴും അത് സമർത്ഥമാക്കുവാൻ ഈശോയ്ക്ക് സാധിച്ചു. ഇതെല്ലാം അത്ഭുതങ്ങളാണ്. ഞങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ വർഷിക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കുള്ളതിനെ സമർത്ഥമാക്കി തരണമേ. ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും അവിടെ ഏറ്റെടുക്കുകയും നന്മയോട് ജീവിക്കുവാനും വിശുദ്ധിയോടെ ജീവിക്കുവാനും തക്കവിധം അവിടുത്തെ കൃപ ഞങ്ങളുടെ വർഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനാഥനെ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.